നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധശേഷിക്ക് മുതൽക്കൂട്ടായ ഒരു അത്യാധുനിക ആയുധ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആകാശ് മിസൈൽ സിസ്റ്റം. ആകാശ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ആകാശത്ത് നമ്മുടെ രാജ്യത്തിന് കാവലായി നിൽക്കുന്ന ഒരു പ്രതിരോധ കവചമാണിത്. പൂർണ്ണമായും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സർഫസ് ടു എയർ ഭൂതല വ്യോമ മിസൈൽ സിസ്റ്റമാണിത്. ഇന്ത്യയുടെ അഭിമാനകരമായ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ആണ് ഇതിന് രൂപകൽപ്പന നൽകിയത്. എന്താണ് ആകാശിനെ ഇത്രയധികം കരുത്തുറ്റതാക്കുന്നത്? ആകാശ് ഒരു മീഡിയം റേഞ്ച് ഇടത്തരം ദൂരപരിധി മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. ഇതിന് ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ വരെയാണ് ദൂരപരിധിയുള്ളത്. ഇതിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ആകാശ് പ്രൈമിന് ഇതിലും മെച്ചപ്പെട്ട പ്രകടനമുണ്ട്. ആകാശ് സൂപ്പർസോണിക് വേഗതയിൽ, അതായത് ശബ്ദത്തേക്കാൾ 2.5 ഇരട്ടി വേഗതയിൽ വരെ സഞ്ചരിക്കും. ഏകദേശം 18 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് കഴിയും. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ, കൂടാതെ ചില ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഇതിന്റെ ലക്ഷ്യപരിധിയിൽ വരും. നമ്മുടെ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധത്തിന്റെ ഉരുക്കുമൂശയായി ആകാശ് മിസൈൽ സിസ്റ്റം എങ്ങനെ നിലകൊണ്ടു എന്ന് നമുക്ക് നോക്കാം. സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു നിർണായക നിമിഷമായിരുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയുടെ കൂട്ടായ ആക്രമണങ്ങളെ നേരിടുന്നതിൽ ആകാശ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ അവസരത്തിൽ റഷ്യൻ നിർമ്മിത S-400 പോലുള്ള വൻകിട സംവിധാനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇന്ത്യൻ നിർമ്മിത സംവിധാനമാണ് ആകാശ്. ശത്രുക്കളുടെ വ്യോമ ആക്രമണങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും അതിവേഗം പ്രതികരിക്കാനും ആകാശിന്റെ റഡാർ അധിഷ്ഠിത സംവിധാനത്തിന് കഴിഞ്ഞു. കൃത്യത പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യൻ മണ്ണിൽ വീഴുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തകർത്തുകളഞ്ഞ് ആകാശ് അതിന്റെ അതിശയകരമായ കൃത്യത തെളിയിച്ചു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഈ തദ്ദേശീയ മിസൈൽ സിസ്റ്റം വിജയം കണ്ടു. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായ ആകാശ് ഇന്ത്യൻ പ്രതിരോധത്തിന് ഒരു അഭേദ്യമായ കവചം തീർത്തു എന്ന് നിസ്സംശയം പറയാം. ഈ സിസ്റ്റത്തിന്റെ പ്രധാന ഘടകം രാജേന്ദ്ര എന്ന മൾട്ടി ഫംഗ്ഷൻ ഫേസ്ഡ് അറേ റഡാറാണ്. ഈ അത്യാധുനിക റഡാറിന് ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. മാത്രമല്ല, ഒരേ സമയം ഒന്നിലധികം മിസൈലുകളെ ലക്ഷ്യങ്ങളിലേക്ക് അയക്കാനും സാധിക്കുന്നതിനാൽ ശത്രുവിന്റെ കൂട്ടായ ആക്രമണങ്ങളെ പോലും ഫലപ്രദമായി നേരിടാൻ ആകാശിന് കഴിവുണ്ട്. ഇന്ത്യൻ പ്രതിരോധത്തിൽ ആകാശ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തന്ത്രപ്രധാനമായ മേഖലകളെയും ഇൻസ്റ്റലേഷനുകളെയും വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൗത്യം. ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള ഒരു പ്രധാന പ്രതിരോധ സംവിധാനമാണിത്. അതുപോലെ ഇന്ത്യൻ കരസേനയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ, അതായത് ചക്രങ്ങളോ ട്രാക്കുകളോ ഉള്ള വാഹനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിനാൽ ആവശ്യമുള്ളിടത്തേക്ക് അതിവേഗം നീക്കാനും വിന്യസിക്കാനും സാധിക്കും. ഇത് യുദ്ധഭൂമിയിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഈ സിസ്റ്റം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. ലക്ഷ്യത്തെ കണ്ടെത്തുന്നത് മുതൽ മിസൈൽ വിക്ഷേപിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ യഥാസമയം നിരീക്ഷിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ ഒരു വലിയ ഉദാഹരണമാണ് ആകാശ്. ഇതിലൂടെ മിസൈൽ സാങ്കേതികവിദ്യയിൽ നാം കൈവരിച്ച നേട്ടം ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. അടുത്തിടെ ചില വിദേശ രാജ്യങ്ങൾ പോലും ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചത് ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമതയുടെ തെളിവാണ്. ആകാശ് ന്യൂ ജനറേഷൻ, ആകാശ് NG പോലുള്ള കൂടുതൽ നൂതനമായ പതിപ്പുകൾ വികസിപ്പിച്ചുകൊണ്ട് DRDO ഈ സിസ്റ്റത്തെ കാലോചിതമായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരം കുറച്ചും ദൂരപരിധി കൂട്ടിയും പ്രതികരണ സമയം മെച്ചപ്പെടുത്തിയും പുതിയ പതിപ്പുകൾ ഇന്ത്യൻ പ്രതിരോധത്തിന് കൂടുതൽ കരുത്തു നൽകും. ചുരുക്കത്തിൽ, ആകാശ് മിസൈൽ സിസ്റ്റം എന്നത് വെറുമൊരു ആയുധമല്ല, അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണിത്. നമ്മുടെ ആകാശത്തിന് കാവലായി ഈ പ്രതിരോധ കവചം എന്നും നിലകൊള്ളും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കൂടെ കൂടിക്കോളൂ.